ഏവർക്കും ചിൽഡ്രൻസ് ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്വാഗതം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് അഥവാ വളർച്ചാ മനോഭാവം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു കൊച്ചു പ്രസംഗമാണ് ഇന്ന്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ്. അതിനെ നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് അഥവാ വളർച്ചാ മനോഭാവം എന്ന് വിളിക്കാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, എനിക്ക് കണക്ക് വഴങ്ങില്ല, അല്ലെങ്കിൽ എനിക്ക് നന്നായി ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്ന്. എന്നാൽ നമ്മുടെ കഴിവുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ശരിക്കുമുള്ള വളർച്ച. നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞരോ പ്രശസ്തരായ കായിക താരങ്ങളോ ആരും ജനിച്ചപ്പോൾ തന്നെ മിടുക്കരായിരുന്നില്ല. നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് അവർ അത് നേടിയെടുത്തത്. ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ നമ്മൾ തോറ്റു എന്ന് അർത്ഥമില്ല. എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് പഠിക്കാനുള്ള ഒരു അവസരമാണത്. എനിക്ക് ഈ കണക്ക് അറിയില്ല എന്ന് പറയുന്നതിന് പകരം, എനിക്ക് ഈ കണക്ക് ഇതുവരെ അറിയില്ല, പക്ഷെ പഠിച്ചാൽ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞു നോക്കൂ. ആ ഒരു മാറ്റം നമ്മുടെ ചിന്താരീതിയെ തന്നെ മാറ്റും. ബുദ്ധിയുള്ളവരായി ഇരിക്കുന്നതിനേക്കാൾ പ്രധാനം കഠിനാധ്വാനം ചെയ്യുന്നവരായി ഇരിക്കുക എന്നതാണ്. നമ്മുടെ തലച്ചോറ് ഒരു മസിൽ പോലെയാണ്. നമ്മൾ എത്രത്തോളം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുവോ അത്രത്തോളം അത് ശക്തമാകും. കൂട്ടുകാരെ, ഈ ലോകത്ത് അസാധ്യമായി ഒന്നുമില്ല. തോമസ് ആൽവ എഡിസൺ 1000 തവണ പരാജയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ വെളിച്ചം ലഭിക്കില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന ചിന്ത ദൂരെ എറിയാം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമുക്ക് ശ്രമിക്കാം. പരിശ്രമിച്ചാൽ ഞാൻ മുന്നിലെത്തും എന്ന ചിന്ത വളർത്തിയെടുക്കാം. വീഴുമ്പോഴല്ല, വീണിടത്ത് തന്നെ കിടക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അതുകൊണ്ട് ഓരോ വീഴ്ചയിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിച്ച് നമുക്ക് മുന്നേറാം. നമ്മുടെ മനോഭാവം മാറിയാൽ നമ്മുടെ ലോകം തന്നെ മാറും. ഇത്രയും നേരം എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി. ജയ് ഹിന്ദ്.